ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മിഥുൻ. ഞാൻ ഗവൺമെൻറ് ITI കൊഴിഞ്ഞാമ്പാറയിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആദ്യമായി തന്നെ ഒരു ആറ്റത്തിനെ പറ്റി നമുക്ക് നോക്കാം. ആറ്റംസ് എന്ന് പറയുന്നത് വെരി ടൈനി ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ആൻ എലമെൻ്റ് ആണ്. ഒരു ആറ്റത്തിൽ സെൻട്രൽ കോർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ന്യൂക്ലിയസിനെയാണ്. ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോൺസ് ഓരോ ഷെല്ലുകളിലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ന്യൂക്ലിയസിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും അടങ്ങിയിരിക്കുന്നു. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.672 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാമാണ്. പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജിലാണ്. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് +1.602 ഇൻറ്റു 10⁻⁻19 കുളുമ്പാണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാമാണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിലാണ്. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1.602 ഇൻറ്റു 10⁻⁻19 കുളുമ്പാണ്. നമ്മൾക്ക് ഈ മാസിൻ്റെ വാല്യൂവും ചാർജിൻ്റെ വാല്യൂവും പൊതുവെ എക്സാമിനേഷനിൽ ചോദിച്ചു കാണുന്ന ഒരു ഭാഗമാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എപ്പോഴും നമ്പർ ഓഫ് പ്രോട്ടോൺസിനോട് ഈക്വൽ ആയിരിക്കും. ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓരോ ഷെല്ലുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഓരോ ഷെല്ലുകളിലും മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്കൊന്ന് നോക്കാം. ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന K ഷെല്ലിൽ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 2 അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന L ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വരെ മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ സാധിക്കും. M ഷെല്ലിൽ ഓക്യുപ്പൈ ചെയ്യാൻ സാധിക്കുന്നത് 18 ഇലക്ട്രോണുകളാണ്. N ഷെല്ലിൽ ഓക്യുപ്പൈ ചെയ്യാൻ സാധിക്കുന്നത് 32 ഇലക്ട്രോണുകളാണ്. ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമെന്ന് പറയുന്നത് മാസ് ഓഫ് പ്രോട്ടോൺ, അതുപോലെ മാസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് ചാർജ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ചാർജ് ഓഫ് ഇലക്ട്രോൺ എക്സാമിനേഷൻ ഫ്രീക്വൻ്റായി കണ്ടുവരുന്ന ഭാഗമാണ്. നമുക്ക് ഇനി വാലൻസ് ബാൻഡിനെ പറ്റിയും കണ്ടക്ഷൻ ബാൻഡിനെ പറ്റിയും നോക്കാം. വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എനർജി ഓക്യുപ്പൈഡ് ബൈ ദ വാലൻസ് ഇലക്ട്രോൺസ്. വാലൻസ് ഇലക്ട്രോണുകളുടെ എനർജി ഓക്യുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബാൻഡിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. വാലൻസ് ബാൻഡിൽ അടങ്ങിയിരിക്കുന്ന വാലൻസ് ഇലക്ട്രോണിനാണ് എപ്പോഴും ഹയസ്റ്റ് എനർജി ഉള്ളത്. അതുപോലെ തന്നെ ഈ വാലൻസ് ഇലക്ട്രോണുകൾക്കാണ് ലീസ്റ്റ് ബൈൻഡിങ് എനർജിയും ഉള്ളത്. ലീസ്റ്റ് ബൈൻഡിങ് എനർജി എന്ന് പറയാനുള്ള കാരണം വാലൻസ് ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്ന ഷെല്ലുകളാണ് ന്യൂക്ലിയസിൽ നിന്നും ഏറ്റവും അകലം പാലിച്ചു നിൽക്കുന്ന ഷെല്ലുകൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ന്യൂക്ലിയസുമായിട്ടുള്ള ബൈൻഡിങ് എനർജി വളരെ കുറവായിരിക്കും. അടുത്തത്, വാലൻസ് ബാൻഡുകൾ എപ്പോഴും കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ് ആയിരിക്കും. അതുപോലെ തന്നെ അതായിരിക്കും വാലൻസ് ഇലക്ട്രോൺ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് ഓക്യുപ്പൈഡ് ബാൻഡ്. വാലൻസ് ബാൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹയർ ഓക്യുപ്പൈഡ് ബാൻഡ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡ് എപ്പോഴും ഫുള്ളി ഫിൽഡ് ആയിരിക്കില്ല. അത് ഒന്നുമില്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ എംപ്റ്റി ആയിരിക്കും. ഈ വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന്. അപ്പോൾ വാലൻസ് ബാൻഡ് എപ്പോഴും ഫുള്ളി ഫിൽഡോ അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡ് ആണെങ്കിൽ പാർഷ്യലി ഫിൽഡോ അല്ലെങ്കിൽ എംറ്റിയോ ആയിരിക്കും. ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്.
അടുത്തത് എനർജി ബാൻഡ് ഡയഗ്രാം ഉപയോഗിച്ച് നമ്മൾ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സിനെയും സെമി കണ്ടക്ടേഴ്സിനെയും വിശദീകരിക്കാൻ പോവുകയാണ്. ആദ്യമായി തന്നെ ഇൻസുലേറ്റേഴ്സിനെ പറ്റി നോക്കാം. ഇൻസുലേറ്റേഴ്സിൻ്റെ ഒരു എനർജി ബാൻഡ് ഡയഗ്രാമാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻസുലേറ്റേഴ്സിന് കണ്ടക്ഷൻ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമുക്കറിയാം, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ കഴിയാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള എന്ന് നമുക്ക് പറയാം. അങ്ങനത്തെ മെറ്റീരിയലുകളെയാണ് നമ്മൾ ഇൻസുലേറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇൻസുലേറ്ററിൻ്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് എന്ന് പറയുന്നത് 10⁻⁻20 to 10⁻⁻10 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്. നമ്മൾ എനർജി ബാൻഡിൽ കണ്ട പോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള സെപ്പറേഷൻ വളരെ കൂടുതലാണ്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്, ആ കണ്ടക്ഷൻ ബാൻഡിൻ്റെയും വാലൻസ് ബാൻഡിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 ഇലക്ട്രോൺ വോൾട്ടിനെക്കാട്ടിലും കൂടുതലായിരിക്കും ഇൻസുലേറ്ററിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡിൽ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. വാലൻസ് ബാൻഡ് ഫുള്ളും ആയിരിക്കും. നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കിയാലോ കണ്ടക്ടിവിറ്റിക്ക് കാര്യമായ ചേഞ്ചുകളൊന്നും ഉണ്ടാവുകയും ഇല്ല. ഇൻസുലേറ്റേഴ്സിൻ്റെ എക്സാമ്പിളുകളാണ് ഗ്ലാസ്, വുഡ്, പേപ്പർ, പ്ലാസ്റ്റിക്, മൈക്ക. അടുത്തതായി നമുക്ക് കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ കാണാം, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ് കണ്ടക്ടറിൻ്റെ കേസിൽ. അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇല്ല എന്ന് തന്നെ പറയാം. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ വളരെ എളുപ്പമായിരിക്കും. കാരണം വാലൻസ് ബാൻഡിൽ നിന്നും ഇജക്റ്റ് ചെയ്തു പോകുന്ന ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് കടക്കാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകളൊന്നും തന്നെ ഇല്ല. കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10⁻⁴ to 10⁻⁷ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്. പിന്നെ നമ്മൾ കണ്ട പോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കണ്ടക്ഷൻ ബാൻഡിലാണെങ്കിലോ പ്ലെൻറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അവൈലബിൾ ആയിട്ട് നമുക്കുണ്ട്. അപ്പോൾ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൈഗ്രേഷനും പോസിബിൾ ആണ്. കാരണം അത് ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. കണ്ടക്ടറിൻ്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ടൻസിൽ ചെറിയ ഉപകാരമെല്ലാം ഉണ്ടാകുന്നുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കണ്ടക്ടൻസും ഇൻക്രീസ് ചെയ്യുന്നു. നമുക്ക് കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിളുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആയിട്ട് ഫ്രീക്വൻ്റായി ഉപയോഗിക്കുന്ന കോപ്പർ, അലുമിനിയം, സിൽവറിന് കണ്ടക്ടിവിറ്റി കൂടുതലാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ കോസ്റ്റും ടെൻസൈൽ സ്ട്രെങ്ത്തും എല്ലാം വെച്ച് അത് നമ്മൾ കണ്ടക്ടറായി യൂസ് ചെയ്യാറില്ല. പക്ഷേ അതൊരു കണ്ടക്ടറാണ്. അതുപോലെ തന്നെ മെറ്റൽസ്. അടുത്തത് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം നോക്കുമ്പോൾ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള അകലം കുറവ് എന്ന് തന്നെ പറയാം. ഇൻസുലേറ്ററിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് കുറവാണ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സിന് ഒരു കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടിയും ഉണ്ടാവും, ഒരു ഇൻസുലേറ്ററിൻ്റെ പ്രോപ്പർട്ടിയും ഉണ്ടാവും. ഇതിൻ്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് എന്ന് പറയുന്നത് 10⁻⁻6 to 10⁻⁴ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്. നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രാമിൽ കണ്ട പോലെ തന്നെ
സെപ്പറേഷൻ ഓഫ് കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇൻസുലേറ്ററിനെ വെച്ച് നോക്കുന്ന സമയത്ത് കുറവായിരിക്കും. സെമി കണ്ടക്ടേഴ്സിൻ്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് എംടി ആയിരിക്കും. അതുപോലെ തന്നെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ് ആയിരിക്കും. സെമി കണ്ടക്ടറിലും വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. ഇൻസുലേറ്ററിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകാം. അതുപോലെ തന്നെ നമ്മൾ കണ്ടക്ടറിൽ കണ്ട പോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്റ്റൻസും ഇൻക്രീസ് ആവും. സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സിലിക്കോൺ ആൻഡ് ജർമേനിയം ആണ്. അടുത്തതായി നമുക്ക് നോക്കാം സെമി കണ്ടക്ടേഴ്സിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ. സിലിക്കോണിൻ്റെയും ജർമേനിയത്തിൻ്റെയും ഒരു അറ്റോമിക് സ്ട്രക്ചറാണ് ഈ പിക്ചറിൽ കാണുന്നത്. സിലിക്കോണിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സിലിക്കോണിൽ 14 ഇലക്ട്രോൺസ് അടങ്ങിയിരിക്കുന്നു. ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണം സെയിം ആണ്. സ്വാഭാവികമായിട്ടും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 14 ആണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ സെൻട്രൽ കോർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന എൽ ഷെല്ലിൽ നമ്മൾ 8 ഇലക്ട്രോണുകൾ ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടോട്ടൽ 2ഉം 8ഉം 10 ഇലക്ട്രോണുകൾ ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഷെല്ലായിട്ടുള്ള എം ഷെല്ലിൽ നമ്മൾ ബാക്കിയുള്ള 4 ഇലക്ട്രോണുകളെയും ഓക്യുപ്പൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 2, 8, 4 എന്ന നിലയിലാണ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം സിലിക്കോണിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് 3 ആണ് എന്ന്. എനർജി ലെവൽ എന്ന് പറയുന്നത് എത്ര ഷെല്ലുകളിലായിട്ടാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആ എണ്ണമാണ് നമ്മുടെ എനർജി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ സിലിക്കോണിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 14 ആണ്. അതിനെ നമ്മൾ 2, 8, 4 എന്ന രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ജർമേനിയത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം 32 ഇലക്ട്രോൺസ് ആണ് ജർമേനിയത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളും എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളും 2 + 8 10 എണ്ണമായി. എം ഷെല്ലിൽ 18 ഇലക്ട്രോണുകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ടോട്ടൽ 2 + 8 + 18 28 ഇലക്ട്രോണുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള 4 ഇലക്ട്രോണുകളാണ് നമ്മൾ എൻ ഷെല്ലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജർമേനിയത്തിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ തന്നെ സിലിക്കോണിൻ്റെയും ജർമേനിയത്തിൻ്റെയും വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 4 തന്നെയാണ് സിലിക്കോണിൻ്റെയും ജർമേനിയത്തിൻ്റെയും വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം. ഇവിടെ നമ്മൾ സിലിക്കോണിൻ്റെയും ജർമേനിയത്തിൻ്റെയും എനർജി ലെവൽ, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതുപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എത്ര ഷെല്ലുകളിലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നെല്ലാം കാണിച്ചിരിക്കുക. അടുത്തതായി സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. മെയിനായിട്ട് 2 തരത്തിലാണ് സെമി കണ്ടക്ടേഴ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് അഥവാ പ്യുവർ സെമി കണ്ടക്ടേഴ്സ്. രണ്ടാമത്തത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് അഥവാ ഇംപ്യുവർ സെമി കണ്ടക്ടേഴ്സ്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ വീണ്ടും 2ആയി തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും രണ്ടാമത്തേത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം.
ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയലാണ്. നമ്മൾ ഒരു ഇമ്പ്യൂരിറ്റിയും ആഡ് ചെയ്യാത്ത പ്യുവർ ഫോമിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ 0 കെൽവിനിൽ ഒരു പ്യുവർ ജെർമേനിയം ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.78 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അതുപോലെ തന്നെ പ്യുവർ സിലിക്കോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് 1.21 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 0 കെൽവിനിൽ മുകളിലുള്ള ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ഇലക്ട്രോൺ ആനോഡിലേക്ക് മൂവ് ചെയ്യുകയും ഹോൾസ് ഇൻ വാലൻസ് ഇലക്ട്രോൺ കാത്തോഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. ഈ കണ്ടക്ഷൻ ഇലക്ട്രോണുകളുടെയും ഹോൾസിൻ്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ 0 കെൽവിനിൽ നേരത്തെ എത്രയായിരിക്കുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇത് 300 കെൽവിനിലാണെങ്കിൽ ഈ പ്യുവർ ജെർമേനിയം ആറ്റത്തിൻ്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് 0.78 ഇലക്ട്രോൺ വോൾട്ടിൽ നിന്ന് 0.72 ഇലക്ട്രോൺ വോൾട്ടായി കുറയും. അതേപോലെ തന്നെ പ്യുവർ സിലിക്കോൺ ആറ്റം ആണെങ്കിൽ അതിൻ്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് 1.1 ഇലക്ട്രോൺ വോൾട്ടായി കുറയും. അടുത്തതായി നമുക്ക് നോക്കാൻ പോകുന്നത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സെമി കണ്ടക്ടറിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തുണ്ടാക്കുന്ന സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡോപ്പിംഗ് എന്ന്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് ആ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന്. നമ്മൾ ഡോപ്പ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്യുവർ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോപ്പിംഗ് ചെയ്യുന്നത്. നമ്മൾ പൊതുവെ ഉപയോഗിക്കാനുള്ള കുറച്ച് ഡോപ്പിംഗ് ഏജൻസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ പെൻറ്റാവാലൻ്റ് ആറ്റംസ് അഥവാ 5 വാലൻസിയുള്ള ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്ന എലമെൻസിനെ പറ്റി നോക്കാം. പെൻറ്റാവാലൻ്റ് ആറ്റംസിൽ പെടുന്ന എലമെൻസ് ആണ് ആർസനിക്, ആൻറ്റിമണി ആൻഡ് ഫോസ്ഫറസ്. രണ്ടാമതായി നമ്മൾ ഉപയോഗിക്കുന്നത് ട്രൈ വാലൻ്റ് ആറ്റംസ് ആണ്. ട്രൈ വാലൻ്റ് ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസി 3 ആയിട്ടുള്ള എലമെൻറ്റ്സ്. അങ്ങനെ വരുന്ന എലമെൻറ്റ്സ് ആണ് ഗാലിയം, ഇൻഡിയം, അലുമിനിയം, ബോറോൺ. ഓക്കെ. പെൻറ്റാവാലൻ്റ് ഡോപ്പിംഗ് ആറ്റംസിനെ നമ്മൾ ഡോണർ ആറ്റം എന്നും ട്രൈവാലൻ്റ് ഡോപ്പിംഗ് ആറ്റംസിനെ നമ്മൾ ആക്സെപ്റ്റർ ആറ്റംസ് എന്നുമാണ് വിശേഷിപ്പിക്കാറ്. പെൻറ്റാവാലൻ്റ് ഡോപ്പിംഗ് ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാലൻസി 5ഉം ട്രൈവാലൻ്റ് ഡോപ്പിംഗ് ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാലൻസി 3ഉം ആയിരിക്കും. ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ ഡോപ്പ് ചെയ്യുന്നതനുസരിച്ച് 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ആ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് എൻ ടൈപ്പും പി ടൈപ്പും. നമുക്കിനി എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ പറ്റി നോക്കാം. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എക്സസ് ആയി ഉള്ളത് ഇലക്ട്രോൺസ് ആണ്. നമ്മൾ എ സെമി കണ്ടക്ടർ വിത്ത് എക്സസ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിശേഷിപ്പിക്കുക. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ്സ് ഡോപ്ഡ് വിത്ത് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് സച്ച് ആസ് ആർസനിക്, ആൻറ്റിമണി ഓർ ഫോസ്ഫറസ്. ഈ പറയുന്ന എലമെൻറ്റ്സ് കൊണ്ട് ഡോപ്പ് ചെയ്താൽ ഉണ്ടാകുന്ന സെമി കണ്ടക്ടറാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്.
ഈ എലമെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലമെൻസിൻ്റെ എല്ലാം വാലൻസി 5 ആണ്. അപ്പോൾ നമ്മൾ പെൻറ്റാവാലൻ്റ് ആയിട്ടുള്ള എലമെൻസ് കൊണ്ട് ഡോപ്പ് ചെയ്തുണ്ടാക്കുന്നതാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ളത് ഫ്രീ ഇലക്ട്രോൺസും മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ളത് ഹോൾസുമാണ്. നിങ്ങൾക്ക് താഴെ കാണുന്ന ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണാം, അത് ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ ഫോർമേഷനാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പ്യുവർ സിലിക്കൺ ആറ്റം. പ്യുവർ സിലിക്കൺ ആറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 4 ആണ്. നമ്മൾ അതിലേക്ക് ഒരു പെൻറ്റാവാലൻ്റ് ഇലക്ട്രോൺ എന്ന് വിശേഷിപ്പിക്കുന്ന ആർസെനിക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആർസെനിക് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ആ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അവിടെ ബാക്കി പെയർ ഫോം ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണെന്നും മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണെന്നും പറയുന്നു. അടുത്തതായി നമ്മൾ നോക്കുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ ടൈപ്പിൽ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തത് പെൻറ്റാവാലൻ്റ് ഇലക്ട്രോൺസ് ആയിരുന്നു. പി ടൈപ്പിൽ നമ്മൾ ചെയ്യുന്നത് ട്രൈവാലൻ്റ് ഇലക്ട്രോണുകൾ അടങ്ങിയിട്ടുള്ള എലമെൻറ്റുകളെ കൊണ്ട് ഡോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്നത്. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ കൂടുതലായി ഉള്ളത് ഹോൾസും അത് കുറവായി ഉള്ളത് ഇലക്ട്രോൺസും ആണ്. നമ്മൾ പി ടൈപ്പിൽ കൂടുതൽ ഹോൾസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യുവർ സിലിക്കോൺ ക്രിസ്റ്റലിനെ അലുമിനിയം അല്ലെങ്കിൽ ബോറോൺ അല്ലെങ്കിൽ ഗാലിയം വെച്ച് ഡോപ്പ് ചെയ്യുകയാണ്. ഈ എലമെൻ്റ് വെച്ച് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് പറ്റുമെന്നുള്ളത് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിൽ നമ്മളൊരു പ്യുവർ സിലിക്കോൺ ആറ്റം എടുത്തു. അതിൻ്റെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. ഗാലിയം എന്ന് പറയുന്ന ട്രൈവാലൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റം അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവസാനം ഒരു ഹോൾസാണ് അവിടെ വേക്കൻ്റായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസും മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യുന്നത് സിലിക്കോൺ ആറ്റത്തിലേക്കോ ജെർമേനിയം ആറ്റത്തിലേക്കോ നമ്മൾ ഒരു ട്രൈവാലൻ്റ് ആയിട്ടുള്ള ആറ്റം ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യുന്നത് ആണ്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.